ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ 500 മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൽ ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. മൈദ 1.5 കപ്പ്, പഞ്ചസാര 1.5 കപ്പ്, 3 കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത്, ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ സിറപ്പ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ചെറി വേണം, ബേക്കിംഗ് സോഡ 1 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടേബിൾ സ്പൂൺ, കൊക്കോ പൗഡർ ഒരു 3 ടേബിൾ സ്പൂൺ, പിന്നെ വിപ്പിംഗ് ക്രീം പൗഡർ 200 ഗ്രാം, ഡാർക്ക് ചോക്ലേറ്റ് ഒരു ബാർ, ചെറിയ ബാർ വേണം, വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം. അതിനുശേഷം നമുക്ക് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന് ബീറ്ററൊന്നും ആവശ്യമില്ല, നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കട്ടയില്ലാതെ നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് നമുക്ക് മൈദയും പൗഡറുകളൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് 2-3 പ്രാവശ്യം നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. ഇതിൽ കട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ പൗഡറുകളെല്ലാം നന്നായി മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. മാത്രമല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് നന്നായിട്ട് സോഫ്റ്റായി കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ 2-3 പ്രാവശ്യം ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിന്ന് പകുതി എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോഴിമുട്ടയും പഞ്ചസാരയും കൂടിയിട്ടുള്ള മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വിസ്ക് ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. കട്ടയൊന്നും കെട്ടാതെ വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ബാക്കി പകുതി കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. കട്ടയൊക്കെ നമ്മൾ കളഞ്ഞിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. നല്ലൊരു തിക്ക് ബാറ്ററായി കിട്ടും. ഇനി ഇത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നല്ല ഒരു 1/4 കപ്പ് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് വെക്കുക. അതിന് മുകളിലേക്ക് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാന് വെക്കുക. എന്നിട്ട് ഇതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് അടിവശം മാത്രം ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. സൈഡുകൾക്കൊന്നും ഗ്രീസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കേക്ക് നല്ല ക്രിസ്പി ആവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തട്ടി കൊടുക്കുക, അല്ലെങ്കിൽ എയർ ബബിൾസ് വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ഒരു 50 to 1 മണിക്കൂർ വരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചെറിയ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചിട്ടുള്ള ചെറി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 5-6 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക.
ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു ബൗൾ വെച്ചിട്ട് അതിലൊരു 150 ml വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കോൾഡ് വാട്ടർ ആവണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഒരു സൈഡിലേക്ക് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. 2 സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ബീറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. നല്ല സ്പീഡിൽ, ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുത്ത് നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. ഒരുവിധം തിക്കായി വരുമ്പോൾ നമുക്കിത് നിർത്താം. നമ്മുടെ കേക്ക് എന്തായി നോക്കാം. ഇപ്പോൾ കേക്ക് നന്നായി തണുത്തതിന് ശേഷം ഇത് പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു നൂല് ഉപയോഗിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. കറക്റ്റായിട്ട് നൂല് വെച്ചിട്ട് നമ്മൾക്കിതൊന്ന് വലിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പരന്ന പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ അടിവശം എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറിയുടെ സിറപ്പും ചെറിയുടെ പീസസും എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വിപ്പിംഗ് ക്രീം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ മുകൾ വശം വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ചെറി സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മുകളിലും സൈഡിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് അതിൻ്റെ മുകളിലേക്കും സൈഡിലേക്കും ഒക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ പീസസ് ആക്കിയിട്ടും കുറച്ച് വലിയ പീസസ് ആക്കിയിട്ടും നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവും. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചിട്ട് ഈ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കൊണ്ട് അങ്ങനെ ഒരു ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാധാ കവർ ഉപയോഗിച്ചിട്ടാണ് ഇതേപോലെ ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്കൊരു 4 മണിക്കൂറോളം ഇതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയും.